യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിലെ യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സായ നിമിഷപ്രിയയുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ട വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്ന് മാധ്യമങ്ങളെ വിലക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി. ഇവാഞ്ചലിസ്റ്റ് ഗ്ലോബൽ പീസ് ഇനിഷ്യേറ്റീവ് സംഘടന സ്ഥാപകനുമായിട്ടുള്ള ഡോക്ടർ കെ എ പോളാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ഈ മാസം 24-നോ 25-നോ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുമെന്ന് 3 ദിവസം ഇത് സംബന്ധിച്ചുള്ള വാർത്ത നൽകുന്നതിൽ നിന്ന് മാധ്യമങ്ങളെ വിലക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പോള് കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. ഹർജി പരിഗണിച്ച സുപ്രീം കോടതി അറ്റോർണി ജനറലിന് നോട്ടീസും അയച്ചു. തിങ്കളാഴ്ച കേസ് പരിഗണിക്കാമെന്നും അന്ന് തന്നെ ഉത്തരവ് നൽകാമെന്നാണ് സുപ്രീം കോടതി അറിയിച്ചത്. നിമിഷപ്രിയയുടെ കേസുമായി ബന്ധപ്പെട്ട് യമനിലെ നിർണായക ചർച്ചകൾ നടക്കുകയാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ചർച്ചകൾ വിലക്കണമെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് വിലക്കണമെന്നാണ്. മാത്രവുമല്ല, ഇത് നിമിഷപ്രിയയുടെ ആവശ്യപ്രകാരമാണ് ഇക്കാര്യം ഉന്നയിക്കുന്നതെന്നാണ് കെ എ പോൾ കോടതിയിൽ നേരിട്ട് ഹാജരായി ആവശ്യപ്പെട്ടത്. ആക്ഷൻ കൗൺസിൽ അഭിഭാഷകനായിട്ടുള്ള സുഭാഷ് ചന്ദ്രനെയും കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെയും പ്രതികരണങ്ങളിൽ നിന്ന് വിലക്കണമെന്നും ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത എന്നിവരുടെ ബെഞ്ചിന് മുൻപാകെ ഈ ഒരു പോള് ആവശ്യപ്പെട്ടിരുന്നു. സുഭാഷ് ചന്ദ്രനും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും കാന്തപുരം പോലുള്ള വ്യക്തികളും തങ്ങൾ പണം നൽകി എന്ന് പറയുന്നു, തങ്ങൾ ചർച്ച നടത്തിയെന്നും പറയുന്നുണ്ട്. എന്നാൽ അവരെ താൻ ഒരിക്കലും കണ്ടിട്ടില്ല എന്നും അവരുമായിട്ട് തനിക്ക് ഒരു ബന്ധവുമില്ല, അവരിൽ നിന്ന് $1 പോലും ലഭിച്ചിട്ടില്ല എന്നാണ് കെ എ പോൾ അറിയിച്ചത്.